ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മൾ പാർട്ട് 2 രണ്ടാം ഭാഗം റിവിഷൻ ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോളിനോമിയൽസ്, ബഹുപദങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഇതുപോലെ ഒരു ചോദ്യം ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. കൺസിഡർ ദ പോളിനോമിയൽ p of x equals x square minus 11x plus 21. Find p of 2. Find p of x minus p of 2. Write p of x minus p of 2 as the product of two first degree polynomials. അതായത് മലയാളത്തിൽ എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 11x പ്ലസ് 21 എന്ന ബഹുപദം പരിഗണിക്കുക. പി ഓഫ് 2 കണക്കാക്കുക. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 കാണുക. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21. പി ഓഫ് 2 ഒന്നാമത്തെ ആൻസർ പി ഓഫ് 2. എക്സിന് പകരം 2 കൊടുക്കുക. വളരെ എളുപ്പമുള്ള ലെസൺ ആണിത്. 2 സ്ക്വയർ മൈനസ് 11 ഇൻറ്റു 2 പ്ലസ് 21 ഈക്വൽസ് 4 മൈനസ് 22 പ്ലസ് 21. എത്ര വരും? 21 പ്ലസ് 4 ഈസ് 25 മൈനസ് 2 22 ഈസ് 3. അപ്പോൾ രണ്ടാമത്തത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിൽ നിന്ന് ഇത്രയും കുറയ്ക്കണം. എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 മൈനസ് 3 ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 3 പോയാൽ എത്ര? 18. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി മൂന്നാമത്തത്, ഇതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് പോളിനോമിയലിൻ്റെ ഘടകങ്ങൾ അതായത് ഫാക്ടറായിട്ട് എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 18 ഈക്വൽ ടു ഓക്കെ. 18ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. 1 18, 2 9. ഇത് രണ്ടും എടുത്താലേ ഇവിടെ 11 കിട്ടത്തുള്ളൂ അല്ലേ? 2ന് നെഗറ്റീവ് എടുത്ത് -2 -9 -11 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 18 കിട്ടും. അപ്പം 9ഉം എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 9. ഇതാണ് അടുത്ത ചോദ്യം. Check whether x minus 3 is a factor of the polynomial x square minus 3x plus 4. If not, which number is added to p of x for which x minus 3 is a factor? അതായത് x minus 3 എന്നത് x സ്ക്വയർ മൈനസ് 3x പ്ലസ് 4 എന്ന ബഹുപദത്തിൻ്റെ ഘടകമാണോ എന്ന് പരിശോധിക്കുക. ഘടകമല്ലെങ്കിൽ പി ഓഫ് എക്സിനോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് x മൈനസ് 3 ഘടകമായ ബഹുപദം കിട്ടുക. ഇവിടെ നോക്കിക്കേ, ഫാക്ടർ ആണോ എന്ന് പരിശോധിക്കാൻ എക്സിന് 3 കൊടുത്താൽ മതി. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 4. എക്സിന് 3 കൊടുക്കുക. പി ഓഫ് 3 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 3 പ്ലസ് 4. 3 സ്ക്വയർ 9 മൈനസ് 9 പ്ലസ് 4 എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? അപ്പോൾ ഇത് ഘടകമാണോ? അല്ല, 0 കിട്ടണം അല്ലേ? ഘടകമാണെങ്കിൽ 0 കിട്ടണം. ഇത് ഘടകമല്ല. അപ്പം ഈഫ് നോട്ട്, ഘടകമല്ലെങ്കിൽ ഇതിനോട് എന്ത് കൂട്ടിയാൽ ഘടകം? ഇതിനെ 0 ആക്കണം. ഈ 4 നമുക്ക് 0 ആക്കണം. 0 ആക്കണമെങ്കിൽ എന്ത് വേണം? പ്ലസ് -4 കൂട്ടിയാൽ 0 ആകത്തില്ലേ? അപ്പം ഏത് സംഖ്യയാണ് കൂട്ടേണ്ട? -4 ടു ബി ആഡഡ്. -4 ടു ബി ആഡഡ് ടു ബികം x minus 3 a factor. x minus 3 ഫാക്ടർ ആണെങ്കിൽ ആകണമെങ്കിൽ -4 കൂട്ടണം. കുറയ്ക്കണമെന്ന് ചോദിച്ചാൽ +4 അങ്ങ് കുറച്ചാൽ മതി. 4 കുറച്ചാൽ മതി. മൂന്നാമത്തെ ചോദ്യം. p of x equals 2x square minus 3x plus 1. Then find p of 0, p of 1 and p of 2. Write a first degree factor of p of x. അതായത് p of x സമം 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ആണ്. പി എഫ് 0, പി എഫ് 1, പി എഫ് 2 എന്നിവ കാണുക. പി എഫ് എക്സിൻ്റെ ഒരു ഒന്നാംകൃതി ഘടകം എഴുതുക. നമുക്ക് ഓരോ വിലകൾ കൊടുത്ത് നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽസ് 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1. എക്സിന് ആദ്യം പി ഓഫ് 0 എടുക്കാറുമ്പോൾ എക്സിന് 0 എടുക്കുക. 2 ഇൻറ്റു 0 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 0 പ്ലസ് 1. അപ്പോൾ ഇവിടെ 1 മാത്രമേ കിട്ടൂ. 1. പി ഓഫ് 1 കൊടുക്കുക. എക്സിന് 1 കൊടുക്കുക. 2 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 1 സ്ക്വയർ ഈസ് 2
2 മൈനസ് 3 പ്ലസ് 1 അപ്പം എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ. 2 പ്ലസ് 3 മൈനസ് 3 0. പി ഓഫ് 2 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് 1 എന്താ പറയും. 2 സ്ക്വയർ 4 2 8 8 മൈനസ് 6 പ്ലസ് 1 എത്ര വരും. 9 6 പോയ 3. അപ്പോൾ ഒരെണ്ണം മാത്രമേ 0 ആയിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യത്തെ ആൻസറാണിത്. അപ്പോൾ പി ഓഫ് 1 is equal to 0. Therefore, x minus 1 is a factor. ഇപ്പോൾ നമുക്ക് ഒരു ഫാക്ടർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, എക്സ് മൈനസ് 1 is a factor of the polynomial x square plus 2x plus k. Then find k. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ എന്ന പോളിനോമിൻ്റെ ഒരു ഘടകമാണ് എക്സ് മൈനസ് 1 എങ്കിൽ കെയുടെ വില. ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്. എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ. എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 0 എന്നർത്ഥം. എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 0. അതായത് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിന് എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 0 കിട്ടും. അങ്ങനെ നമുക്ക് കെയുടെ വില കണ്ടെത്താം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ ഇതാണ് പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 0 മീൻസ് എക്സിന് പകരം 1 കൊടുക്കുക. 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. അപ്പം 1 പ്ലസ് 2 ഇൻറ്റു 1 2 പ്ലസ് കെ 0. 3 പ്ലസ് കെ 0. കെ ഇസ് ഈക്വൽ ടു മൈനസ് 3. ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. Find p of 1 if p of x equals x square plus 2x plus 5. If x minus 1 is a factor of x square plus 2x plus k, what number is k? അതായത് p of x എന്ന് പറഞ്ഞ പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിൽ p of 1 എക്സിന് 1 കൊടുത്താൽ എന്താണ് വില എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. അടുത്ത രണ്ടാമത്തെ പാർട്ട് എക്സ് മൈനസ് 1 ഒരു ഘടകമാണ്. ഏത് പോളിനോമിയലിൻ്റെ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ എന്ന ബഹുപദത്തിൻ്റെ ഒരു ഘടകമാണെങ്കിൽ കെയുടെ വില എന്ത് നമുക്ക് കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് അത് എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. എക്സിന് 1 കൊടുക്കാം. പി ഓഫ് 1 ഈക്വൽസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 5 എത്ര വരും. 1 പ്ലസ് 2 പ്ലസ് 5 8 വരും അല്ലേ. ഇനി എക്സ് മൈനസ് 1 ഘടകമാണെങ്കിൽ ഇത് ആൻസർ. എക്സ് മൈനസ് 1 ഘടകമാണെങ്കിൽ ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഘടകമാണെങ്കിൽ പി ഓഫ് 1 എന്തായിരിക്കും 0 ആയിരിക്കും. പി ഓഫ് 1 എന്തായിരിക്കും 0 ആയിരിക്കും. ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് തന്നിരിക്കുന്ന പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ. ഇതിൽ എക്സിന് 1 കൊടുത്താൽ 0 ആണെങ്കിൽ കെയുടെ വില എന്ത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് 1 ഈക്വൽസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് കെ. ഇത് 0 ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കെയുടെ വില കണ്ടുപിടിക്കാം. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് കെ സമം 0. അപ്പോൾ കെയുടെ വില എത്ര കിട്ടും. therefore k is equal to 2 1 3 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -3. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.